ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രി, പാടിയൂട്ടിയ ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും മരുന്ന് വിതരണവും ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൂട്ടിച്ചാൽ. ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രി, പാടിയൂട്ടിയ ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും മരുന്ന് വിതരണവും ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. ഉദ്ഘാടന യോഗത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ തേജസ് മരിയ MSA സ്വാഗതം പറഞ്ഞു. സെന്റ് സെബാസ്റ്റ്യൻ ഫാമിലിയിൽ ഒപ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ഡോക്ടർ ശിവരാജ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇന്ന് 10 വർഷങ്ങൾ പൂർത്തിയാകുന്നു. എവിടെയും എപ്പോഴും പ്രകാശമാകുവാൻ സെന്റ് സെബാസ്റ്റ്യൻ ഫാമിലിയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഇവിടെ വരുന്ന രോഗികളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിചരിക്കുകയും ചെയ്യുന്ന സ്നേഹസമ്പന്നനായ ഡോക്ടർ ശിവരാജിന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. പാടിയൂട്ടിയ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. മറ്റുള്ളവരെ സഹായം ചെയ്യുക, സേവനം ചെയ്യുക. മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് എന്ന് പറഞ്ഞ ഈ സന്യസ്ത സഭ മുന്നോട്ട് വെക്കുന്ന ആതുര ശുശ്രൂഷ മേഖല സമാന ചിന്താഗതികൾക്കാർ ഒന്നിച്ചു ചേർന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം ഗുണം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മെഡിക്കൽ ക്യാമ്പ്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഏകദേശം 4 ലക്ഷത്തിന് അടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് 316 ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ കേവലം 1% മാത്രമാണ്. പക്ഷേ ഇങ്ങനെയൊരു അവസരത്തിൽ നമ്മൾക്ക് ഒരു പൊതുജനം അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു സന്യാസ സഭയ്ക്ക് സമൂഹത്തിന് ചെയ്തു തരാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾക്ക് ഈ ഗവൺമെന്റിനെയും ഈ സംവിധാനത്തെയും സഹായിക്കാൻ സാധിക്കും. ഇതാണ് നമുക്കൊരു പരിധിവരെ ചെയ്യാൻ സാധിക്കുക. TI മധുസൂദനൻ MLA നേത്രപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദശകമായി പ്രവർത്തിച്ചു വരുന്ന ആശുപത്രിയാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രി. ഈ ചെറുപുഴയുടെ ആതുര ശുശ്രൂഷ രംഗത്തെ ഈ ഒരു മാതൃകാപരമായിട്ടുള്ള സ്ഥാപനം വളരെ സേവന സന്നദ്ധരായി നിഷ്കാമ കർമ്മം നിർവഹിക്കുന്ന സന്യാസി സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റേഴ്സും അവരെല്ലാം നയിക്കുന്ന സഭയും അതിൻ്റെ വലിയ ഒരർത്ഥത്തിൽ ഗ്യാരണ്ടി ഇവിടെ ജോലി ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുമെല്ലാമുള്ളൊരു വലിയ സംവിധാനം ഈ മേഖലയുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനമായി ഈ ആശുപത്രി പ്രവർത്തിച്ചു വരികയാണ്. വർഷം നേത്രചികിത്സാ രംഗത്ത് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർ ശിവരാജ് അദ്ദേഹത്തിന് ഉള്ള ആദരവും ഇവിടെ നേത്ര പരിശോധന ക്യാമ്പും അതിൻ്റെ മറ്റൊരു ഭാഗമായി ഇവിടെ നടക്കുന്നു. ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയിൽ 10 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന ഒപ്താൽമോളജിസ്റ്റ് ഡോക്ടർ ശിവരാജിനെ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ക്യാമ്പിന് ഡോക്ടർ ശിവരാജ് നേതൃത്വം നൽകി. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട് ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിലൂടെ കടന്നു പോവുകയാണ്. ഈ ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടം പണി ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ പണി എത്രയും വേഗം പുരോഗമിച്ചുകൊണ്ട് അത് മനോഹരമായിട്ട് ക്രമീകരിച്ച് ഈ നാടിനൊരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയിട്ട് വളരെയേറെ അധ്വാനത്തോട് നല്ല കാഴ്ചപ്പാടോടുകൂടി ഈ ചെറുപുഴ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MSA സിസ്റ്റേഴ്സ് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ മക്കളെല്ലാം വിദേശത്ത് മാതാപിതാക്കളെ നോക്കുവാനോ പരിചരിക്കുവാനോ ആരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഹോം കെയർ പദ്ധതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ലൈസമ്മ പനക്കൽ, KK വേണുഗോപാൽ, അബൂബക്കർ സിദ്ദിഖ്, ഹൈമ ശശിധരൻ, സാബു തോമസ്,
കാക്കഞ്ചൽ സെന്റ് സെബാസ്റ്റ്യൻസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സജീവ MSJ എന്നിവർ പ്രസംഗിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാൻ ഉറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ രംഗത്തൊരു വലിയ സഹായമാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന വിദ്യാഭ്യാസത്തിൽ. പക്ഷെ അവിടെയും ഒരു പ്രത്യേകത കാണാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു ഈ സൗജന്യമായി ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ചെറുകിട പഞ്ചായത്തിന് 100% സൗജന്യമായി ആവശ്യമുള്ള കുറച്ചധികം ആളുകളുണ്ട്. അവരെ എങ്ങനെ ഇതിൽ പെടുത്താൻ കഴിയും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ കാര്യം. സൂനനൻ അവറുകൾക്ക് ലയൺസ് ക്ലബിന്റെയും സെന്റ് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിന്റെയും നാമത്തിൽ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അധികം ഇടത് കണ്ണിന്റെ അധികം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.